എങ്ങനെയാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരേണ്ടത്? ഞാൻ 40 ദിവസത്തെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 10 ദിവസങ്ങൾ വീതമുള്ള 4 ഭാഗങ്ങൾ. ഓരോ 10 ദിവസത്തിലും നമ്മൾ ഓരോ ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ 10 ദിവസം നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ഡെലിവറൻസ് എടുക്കാനുമുള്ള സമയമാണ്. ആദ്യത്തെ 10 ദിവസം ക്ലെൻസിങ് ആണ്, പ്യൂരിഫിക്കേഷനാണ്, ഡെലിവറൻസ് ആണ്. 10 ദിവസം കൊണ്ട് നമ്മൾ കർത്താവിൽ നിന്ന് ഒരു ഡെലിവറൻസും ഒരു ശുദ്ധീകരണവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അടുത്ത 10 ദിവസം നമ്മുടെ വിശ്വാസവും ദൈവഭയവും വർദ്ധിക്കാനുള്ള സമയമാണ്. വിശ്വാസം ആഴപ്പെടാനും ദൈവഭയത്തിൽ ആഴപ്പെടാനുമുള്ള അടുത്ത 10 ദിവസം. മൂന്നാമത്തേത് ഇൻറ്റിമസി ആൻഡ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടും, അതുപോലെ തന്നെ സഹോദരങ്ങളോടുള്ള ബന്ധം മെച്ചപ്പെടുത്തും. നമുക്ക് കർത്താവിനോടുള്ള ഇൻറ്റിമസിയും മറ്റുള്ളവരോടുള്ള ചാരിറ്റിയും അത് നമ്മളിൽ വളരാൻ ഈ മൂന്നാമത്തെ ഭാഗം ആ 10 ദിവസങ്ങൾ നമ്മളെ സഹായിക്കും. നാലാമത്തെ ഭാഗം, അവസാനത്തെ 10 ദിവസങ്ങൾ പൂർണ്ണ സമർപ്പണത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും സമയമാണ്. നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാനുമുള്ള സമയമാണ്. വിഷയം ദിവ്യകാരുണ്യമായിരിക്കും. 40 ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയുടെ വിവിധ മാനങ്ങൾ ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഏകദേശം 20 മിനിറ്റ്, പരമാവധി 25 മിനിറ്റ് നീളുന്ന ഒരു ശുശ്രൂഷയായിരിക്കും നടത്തുന്നത്. അത് ആ 25 മിനിറ്റിനുള്ളിൽ അവസാനത്തെ 5 മിനിറ്റ് ഒരു ആരാധനയായിരിക്കും. അപ്പോൾ ആദ്യം ഒരു വിഷയം നമ്മൾ സംസാരിക്കും. അതിനുശേഷം അഭ്യസിക്കേണ്ട ഒരു പുണ്യം നമ്മൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു തിന്മ നമ്മൾ മനസ്സിലാക്കും. പിന്നീട് നിങ്ങൾക്ക് ആ ദിവസം ചെയ്യാൻ ഒരു ടാസ്ക് ഞാൻ തരും. നാലാമതായി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയും പറഞ്ഞു തരും. ഇങ്ങനെയാണ് ആദ്യം ഒരു വിഷയം നമ്മൾ സംസാരിക്കും. അതിനുശേഷം ആ വിഷയത്തിൻ്റെ ഒടുവിൽ അഭ്യസിക്കേണ്ട പുണ്യം, വെർച്യു ടു ബി കൾട്ടിവേറ്റഡ്. അടുത്തത് വൈസ് ടു ബി റിമൂവ്ഡ്, ഉപേക്ഷിക്കേണ്ട തിന്മ. മൂന്നാമത് എ ടാസ്ക് ടു ഡു, നമ്മൾ ചെയ്യാനൊരു ടാസ്ക്. നാലാമത്തേത് ഒരു പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന. അത് കഴിയുമ്പോൾ അവസാനം ഒരു 5 മിനിറ്റ് ആരാധനയുണ്ട്. ആ ആരാധനയിൽ ഞാനൊരു ആശീർവാദം തന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. 31-ാം തീയതി, ജൂലൈ മാസം 31-ാം തീയതി ഈ ശുശ്രൂഷ, അതിൻ്റെ 1-ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ശുശ്രൂഷ അതിൻ്റെ 40-ാമത്തെ ദിവസം, സെപ്റ്റംബർ മാസം 8-ാം തീയതി മാതാവിൻ്റെ തിരുനാളിൽ നമ്മൾ ഇത് സമാപിപ്പിക്കുകയും ചെയ്യും. 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്ന ദിവസം മുതൽ 40 ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫാമിലി ട്രീയുടെ ചാർട്ടും അതുപോലെ തന്നെ ആ ഫാമിലി ട്രീക്ക് വേണ്ടി, പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമുക്ക് മൗണ്ട് കാർമലിൻ്റെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ എൻകൗണ്ടർ ആപ്ലിക്കേഷനിൽ നിന്നും, എൻകൗണ്ടർ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും മൗണ്ട് കാർമലിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രാർത്ഥനയ്ക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുമ്പസാര സഹായിയും അവിടെ ലഭ്യമാണ്. കുമ്പസാരത്തിനുള്ള ആ മെറ്റീരിയലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മിനിമം അറ്റൻഡൻസിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. എന്നാൽ നിങ്ങളതൊരു പൂർണ്ണതയിൽ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഏറ്റവും നന്നായി നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും നിങ്ങൾ 40 ദിവസവും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ സംബന്ധിക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂർ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും ആരാധന ചാപ്പലുകളിൽ പോയി ആരാധനയിൽ പങ്കെടുക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ ഓൺലൈനിൽ പെർപ്പച്വൽ അഡറേഷൻ ലൈവായി പല ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിൽ ലഭ്യമാണ്. അങ്ങനെ 1 മണിക്കൂർ നിങ്ങളുടെ മൊബൈലിലോ ടി വിയിലോ ദിവ്യകാരുണ്യ ആരാധന ഓൺലൈനായി കണ്ടുകൊണ്ട് അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. മൂന്നാമതായി, ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കുകയോ ഒന്നിലധികം തവണ സാധിക്കുന്നവർ ഭക്ഷണം ഉപേക്ഷിക്കുകയോ ചെയ്ത് ഉപവാസമെടുത്ത് ഈ പ്രാർത്ഥനയിൽ 40 ദിവസം പങ്കുചേരുക. ഇനി അതിന് സാധിക്കാത്തവർക്ക് പഞ്ചസാരയോ മധുരമോ അല്ലെങ്കിൽ മൊബൈലിലെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനോ ഒക്കെ ഫാസ്റ്റിംഗ് എടുത്ത് ഉപേക്ഷിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ത്യാഗം ഏറ്റെടുത്ത് ഇതിൽ പങ്കെടുക്കുക. പൂർണ്ണതയിൽ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, 1 മണിക്കൂർ ആരാധന നടത്തണം. അതുപോലെ തന്നെ ഉപവാസമെടുത്ത് ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ ഒരു നേരമോ അല്ലെങ്കിൽ മുഴുവൻ സമയമോ 40 ദിവസം മുഴുവനുമോ ഒക്കെ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് കഴിവനുസരിച്ച് ഉപവാസം എടുത്ത് പങ്കെടുക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇൻട്രൊഡക്റ്റീവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവസാനമായി നിങ്ങൾ ചെയ്യേണ്ടത്
നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ പാരിഷ് ഗ്രൂപ്പ്സ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങൾക്കറിയാവുന്ന ഈശോയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇടയിലേക്ക് സഭാവ്യത്യാസമില്ലാതെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ 40 ദിവസവും ശുശ്രൂഷയിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ രോഗികളായി കഴിയുന്നവർക്കൊക്കെ വീട്ടിൽ ഈ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ചാനലിൽ TV-യിൽ ഇത് കാണാൻ പറ്റും. ഒരു ദിവസം പല പ്രാവശ്യം ഇത് റീകാസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് കൺവീനിയൻ്റായ സമയത്ത് കണ്ട് മുടങ്ങാതെ 40 ദിവസവും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അസാധാരണമായ ഒരാത്മീയ മുന്നേറ്റം നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മാനുഷിക വാക്കായിട്ട് നിങ്ങൾ കാണണ്ട. ഞാൻ നന്നായി ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവം തന്ന ഒരു വലിയ പ്രേരണയിലാണ്, കർത്താവിൻ്റെ ഒരു സ്വരം കേട്ടിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് അതെനിക്ക് നിങ്ങൾക്കും വലിയ ആത്മീയ പുരോഗതിക്ക് കാരണമാകും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രത്യേകം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജൂലൈ മാസം 31-ാം തീയതി നമുക്ക് വീണ്ടും കാണാം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു.